أبر في قولي لا منه ولا نعمي مولاي صل وسلم دائما أبدا الخلق كلهم هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരായ സാദാത്തുക്കൾ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ആദരണീയരായ സയ്യിദ്, ഈ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, ഈ സദസ്സിനെ ധന്യമാക്കുന്ന സഹോദരന്മാർ, പരിപാടികൾ വീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവും ആത്മീയത്ത് ധാരാളം ശിഷ്യന്മാർക്ക് എന്നും ഓർമ്മയായി തങ്ങി നിൽക്കുകയും ചെയ്യുന്ന ശൈഖുന കുണ്ടൂർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ബഹുമാനപ്പെട്ടവരുടെ ഹളറത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്കും നന്മയാണ്, നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ദീനിയായ രംഗത്ത് നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും സഹായിക്കുകയും ചെയ്യുന്ന നാട്ടിലും ഗൾഫിലുമുള്ള സാധാരണക്കാരായ ആളുകൾക്കും ഇത് ഉപകാരമുള്ള ഒരു അമലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കൾ ഈ പരിപാടി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. വളരെ നല്ല മനസ്സോടുകൂടിയാണ് ഈ വേദിയിലേക്ക് ആളുകൾ വരുന്നത്. ഒരൊഴുക്കാണ്. ഇവിടെ യാതൊരു വേർതിരിവുമില്ല. ആർക്കും ഇവിടെ വരാം. അവർ കേൾക്കുന്നത് അവരുടെ ഹൃദയം കൊണ്ട് ആയിരിക്കണം. അങ്ങനെ ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ നമുക്കത് ഫലപ്പെടും. മദീനത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേര് പറയുമ്പോഴൊക്കെ പറയുന്നവർ സ്വലാത്ത് ചൊല്ലുക, കേൾക്കുമ്പോഴൊക്കെ കേൾക്കുന്നവർ സ്വലാത്ത് ചൊല്ലുക. ഈ പ്രപഞ്ചത്തിൽ ജനവാസമുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട്. ആദ്യമായി ജനവാസം ആരംഭിച്ച നഗരം മക്കയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. മക്ക അല്ലെങ്കിൽ ബക്ക അല്ലെങ്കിൽ ഉമ്മുൽ ഖുറ, നഗരങ്ങളുടെ മാതാവ്, ജനവാസ കേന്ദ്രങ്ങളുടെ തുടക്കം മക്കയിലാണ്. അതിനു മുൻപ് നഗരങ്ങൾ ഇല്ല.
സിന്ധു നദീ തട നാഗരികതയും മെസൊപ്പൊട്ടോമിയൻ നാഗരികതയും ഹാരപ്പ സംസ്കാരവും കൺഫ്യൂഷ്യസ് മതവും ചീന സംസ്കാരവും ഭാരതീയ സംസ്കാരവുമെല്ലാം രൂപപ്പെടുന്നതിന് മുൻപ് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ നഗരം മക്കയാണ് എന്ന് ചരിത്രത്തിൽ നാം കാണുന്നു. നഗരം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരെ പരിഗണിക്കേണ്ടി വരുമ്പോഴാണ്. എത്രയോ ഉണ്ട്. പലതവണ ആ മന്ദിരം സന്ദർശിച്ച് ആ പ്രദേശത്തെല്ലാം പോയി മൗലിദു മക്ക, മൗലിദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയെല്ലാം പോകാനും അതുവഴി ഈമാൻ വർദ്ധിച്ച് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെയും നമ്മളെ ഭാര്യമാരെയും നമ്മളെ മക്കളെയും നമ്മുടെ ശിഷ്യന്മാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും കുണ്ടൂരുസ്താദിന്റെ മുഹിബീങ്ങളെയും എല്ലാം അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആ മക്ക നഗരമായി വളർത്തിയതിന്റെ പിന്നിൽ ഒന്ന് രണ്ട് പ്രധാന വ്യക്തികൾ ഉണ്ട്. ഒന്ന് ആദം നബി അലൈഹിസ്സലാമാണ്. ആ നഗരത്തിന്റെ രണ്ടാമത് അതിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ വളരെയധികം സ്ഥാനമുള്ള ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ രണ്ട് ആളുകൾ ആ മക്കയെ സജീവമാക്കിയപ്പോൾ പിന്നീട് മൂന്നാമത് അവിടെ കടന്നു വരുന്ന ജനകീയനായ ഏറ്റവും വലിയ നേതാവ് നമ്മുടെ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് വന്നപ്പോൾ അത് ഒന്നുകൂടി വിശാലമാവുകയാണ്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അങ്ങനെ ആ മക്ക ധാരാളം ജനങ്ങൾ വരുന്ന പോകുന്ന കേന്ദ്രമായി വികസിച്ച് വലുതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദി. ഈ മക്ക എന്ന് പറയുന്ന ഈ പട്ടണത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്തു പറയട്ടെ, അങ്ങ് ഇപ്പോൾ കാണുന്ന അറിയുന്ന അങ്ങ് ജനിച്ചിട്ടുള്ള ഈ മക്കയെ പറ്റിയുള്ള ചിന്തകൾ മനസ്സിൽ കടന്നു വരുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ പഠിക്കേണ്ട വിഷയം വവാലിദിൻ വമാ വലദ. ഒരു പിതാവിനെയും ആ പിതാവിന്റെ പുത്രനെയും പറ്റിയുള്ള ചിന്ത അങ്ങയുടെ മനസ്സിൽ കടന്നു വരണം. ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ പിതാവിന്റെ മക്കൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. ആ ചിന്തകളെല്ലാം അങ്ങയുടെ കൽബിൽ കടന്നു വരുമ്പോൾ മുത്ത് നബിയെ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ആ ഹബീബിനോട് അള്ളാഹു പറയുകയാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത് അധ്വാനിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിവുള്ള വിധത്തിലാണ്. പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയറ്റതീശൻ എന്ന് ഒരു ശ്ലോകത്തിലൂടെ നാം സ്കൂളുകളിൽ പഠിച്ചതാണ്. ആ കവിതയിൽ പറയുന്നത് മനുഷ്യന് രണ്ട് കൈകൾ നൽകിയിരിക്കുന്നു. ആ കൈകൾ കൊണ്ട് നിർമ്മിക്കാൻ ശ്രമിച്ചാൽ നിർമ്മിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. മനുഷ്യന്റെ കാലുകൾ കൊണ്ട് നടന്നെത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് നടന്നാൽ നടന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളില്ല. ചൊവ്വയിലേക്ക് വരെ പോകാം. ചൊവ്വയിലേക്ക് പോകാൻ വേണ്ടി 3 രാജ്യങ്ങളിൽ നിന്ന് പേര് നൽകി. അതിൽ 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ് എന്ന് ഇന്നലത്തെ പത്രത്തിൽ വായിച്ചു. കുറെ ആളുകൾ പേര് കൊടുത്തിട്ടുണ്ട് പോകാൻ. അവരാരോ ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതൊരു ശാസ്ത്രത്തിന്റെ സദസ്സായി കാണാത്തത് കൊണ്ട് ശാസ്ത്രം പറയുന്നില്ല. അപ്പോ ഉത്സാഹിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ ഓൺ ദി എർത്ത്.
ഈ ഭൂമിയിൽ അസാധ്യമായി ഒന്നുമില്ല എന്നൊരു വലിയ പാഠം അങ്ങ് ഉൾക്കൊള്ളണം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നഗരം എന്ന അധ്യായത്തിൽ അള്ളാഹു പറയുകയാണ്. ഈ അധ്യായത്തിന്റെ പേര് തന്നെ സിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരം അല്ലെങ്കിൽ നാഗരികത, അങ്ങനെയാണ് ഒരു സൂറത്ത് തന്നെ അള്ളാഹു ഇറക്കുകയാണ്. എങ്ങനെയാണ് ഈ കഅബയും ഈ മക്കയും ഒരു വലിയ നഗരമായി മാറിയത് എന്ന് അങ്ങ് ചിന്തിക്കുക. നല്ല അധ്വാനത്തിന്റെ പിന്നിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തുകയാണ്. മർക്കസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കുണ്ടൂർ ഹദ്റത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഒരു അല്ലാഹു തആലാന്റെ പൊരുത്തമുള്ള ഒരു സ്ഥാപനത്തിന്റെ പരിസരത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുണ്ടായത് കുറെ അധ്വാനിച്ചിട്ടാണല്ലോ എന്നൊരു ചിന്ത നമ്മളെ കൽബിൽ വരണം. അത് ഷെയർ മുബാറക്കിന് വേണ്ടി മർക്കസിൽ വരുമ്പോഴും ആ ചിന്ത, എവിടെ എത്തുമ്പോഴും ആ ചിന്ത വേണം. പടച്ചവനെ, ഈ കാണുന്നത് ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണല്ലോ. ആ കഅബയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അവിടെ നിൽക്കുന്ന ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നിങ്ങൾ ചിന്തിക്കണം, ഇത് വലിയൊരു ചരിത്രമാണ്, ഇത് വലിയൊരു ചിത്രമാണ്. ത്യാഗത്തിന്റെ മധുര സ്മരണകൾ, കൈപ്പേറിയ അനുഭവങ്ങൾ അതെല്ലാം ഇവിടെയുണ്ട്. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അങ്ങ് നല്ലൊരു ത്യാഗത്തിന് തയ്യാറാവണം എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഹദ്റത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കും തോന്നേണ്ടതാണ്. കുറെ നഗരങ്ങൾ, കുറെ ആൾക്കൂട്ടങ്ങൾ, കുറെ നല്ലവരുടെ കൂട്ടായ്മകൾ രൂപീകരിക്കാനും ഒരുപാട് സുഹൃത്തുക്കളെ സംഘടിപ്പിക്കാനും ആ സുഹൃത്തുക്കളിലേക്ക് നന്മ പകരാനും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കുണ്ടൂർ ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് അങ്ങനെയാണ്, ഒറ്റക്കല്ല, എപ്പോഴും മാസിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. കൂട്ടായ്മകളെ ഇഷ്ടപ്പെടും. ആളുകളെ കണ്ടാൽ അവരിലേക്ക് അടുക്കും, അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനടുത്ത് ഇങ്ങോട്ട് ആള് വരും. ജീവിതകാലത്തുള്ളതുപോലെ മരണത്തിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തത്വത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് രൂപപ്പെടുത്തിയ നഗരമാണ് ഏത്? മദീന. ഡീസെൻട്രലൈസേഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന വികേന്ദ്രീകരണം. ഒരു കേന്ദ്രത്തിൽ ആളുകളെല്ലാം തടിച്ചുകൂടി അവിടെ തിക്കും തിരക്കും അനുഭവപ്പെടുമ്പോൾ ഒരു ഉപകേന്ദ്രം സ്ഥാപിക്കുകയാണ്. ഡീസെന്റർ, അതാണ് മദീന. മക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോമന ബാലൻ, അതാണ് മദീന. അങ്ങനെ ആ മദീന എന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. വഴിമധ്യേ ഇറങ്ങിയതല്ല. എങ്ങോട്ടോ പോകുമ്പോൾ മൂത്രശങ്ക വന്നു, അപ്പോൾ ഇറങ്ങി അവിടെ താമസമാക്കി. അങ്ങനെയല്ല, നിയ്യത്ത് ചെയ്തുകൊണ്ട് പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, നിയ്യത്ത് ചെയ്തുകൊണ്ട് പുറപ്പെടുകയാണ്. നമ്മൾ ഈ ഹദ്റത്തിലേക്ക് വരുമ്പോഴും ആ നിയ്യത്ത് ആവശ്യം, അപ്പൊ അത് ഇബാദത്തായി മാറും. ഒരു നഗരത്തിന്റെ രൂപീകരണത്തിന് നിയ്യത്ത് ആവശ്യമാണ്. ആ നിയ്യത്തോടുകൂടിയാണ് പോകുന്നത്. അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ സാന്നിധ്യം കൊണ്ട് മദീനയെ ധന്യമാക്കുകയാണ്. കണ്ണ് തീരെ കാണാത്ത, കണ്ണ് കാണാൻ വയ്യാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമാണ് മദീനയിൽ ആദ്യമായി എത്തിയ സഹാബി റളിയല്ലാഹു അൻഹു. പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രം. അതൊരു വലിയ വിഷയമാണ്. ഞാൻ വിശാലമായ ചർച്ചയിലേക്ക് കടക്കുകയല്ല. കണ്ണു കാണാൻ വയ്യാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം മദീനയിൽ ആദ്യം എത്തുകയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തേ നേരത്തെ വന്നത്? അദ്ദേഹം അതിന് നൽകുന്ന മറുപടി, എനിക്ക് കണ്ണില്ല. അൽ അഅമ എന്ന് ഖുർആൻ പറഞ്ഞ അന്ധനാണു ഞാൻ മറ്റുള്ളവരോടൊപ്പം പുറപ്പെടാൻ ശ്രമിച്ചാൽ അവർക്ക് ഞാൻ ഭാരമാകും. കാരണം അവരുടെ അത്ര സ്പീഡിൽ നടക്കാൻ കഴിയില്ല.
എനിക്ക് ഒരു ഗൈഡ് വേണം, ഞാൻ ഗൈഡിനെ തെരഞ്ഞു നടക്കുമ്പോഴേക്ക് കൂടുള്ളവർക്ക് പ്രയാസമാണ്, അതുകൊണ്ട് ഒരാൾക്ക് എന്നെ കൊണ്ട് പ്രയാസം ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കി അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ആദ്യം മദീനയിൽ വരികയാണ്. അതിനുശേഷം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും അടക്കമുള്ള സ്വഹാബത്ത് എല്ലാം മദീനയിൽ വരികയാണ്. അവസാനമാണ് ആ മദീനയിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ലീഡർമാര് വരുന്നത്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്നാളുകൾ അവസാനമായും മദീനയിൽ വരികയാണ്. ഒരു പ്ലാൻഡ് സിറ്റിയാണ് മദീന. അത് ഇപ്പോഴും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇപ്പൊ നമ്മൾ മദീനയിലാണ് ഇരിക്കുന്നത്. എല്ലാവരും മദീനത്താണ്. ഈ കൊച്ചു കേരളത്തിൽ മദീനയുടെ ഒരു പകർപ്പ് തന്നെ ഇവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ കുണ്ടൂർ ഉസ്താദ് മക്കയിൽ എപ്പോൾ പോയാലും മദീനയിൽ പോകും. മദീനയിൽ കൂടുതൽ ദിവസം തങ്ങാനാണ് അവരുടെ ഉസ്താദിന്റെ ഇഷ്ടം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ പുണ്യ മദീനയിൽ പലതവണ പോകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയോ തവണ സലാം പറയാനും ആ സലാം കൊണ്ട് വലിയ ഭാഗ്യം നേടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു പ്ലാൻഡ് സിറ്റിയാണ് മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മദീനയിൽ ആരൊക്കെ എത്തണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തു. ഒരു എഗ്രിമെന്റ് പ്രകാരമാണ് മദീനയിലെത്തിയത്. മദീനക്കാരായ കുറെ ആളുകൾ മക്കയിൽ വന്നപ്പോൾ അവരോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഞങ്ങൾ മദീനയിലേക്ക് എത്തിയാൽ ആവശ്യമായ സംരക്ഷണമൊക്കെ നിങ്ങൾ തരൂലേ? ഇവിടെ വലിയ പീഡനങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിസ്കരിക്കാൻ വരെ സമ്മതിക്കുന്നില്ല, ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, വല്ലാത്ത മർദ്ദനങ്ങളും പീഡനങ്ങളും അഴിച്ചുവിടുകയാണ്. ഈ മക്കയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഇഷ്ടം തീരെയില്ല, പക്ഷേ പ്രവർത്തനം ഇങ്ങനെ നടക്കണമല്ലോ. അതുകൊണ്ട് അല്ലാഹു തആലാന്റെ തീരുമാനം ഈ മക്കൾക്ക് ഒരു ഉപകേന്ദ്രം ഉണ്ടാകണമെന്ന റബ്ബിന്റെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയും ആവശ്യമായ ഒത്താശകൾ തരികയും ചെയ്യില്ലേ? അപ്പോ മദീനക്കാരായ ആളുകൾ മക്കയിൽ വെച്ച് എഗ്രി ചെയ്തു. ഓക്കെ, ഞങ്ങളെ മക്കളെ ഞങ്ങൾ എങ്ങനെയാണോ സംരക്ഷിക്കുക, ഞങ്ങളെ ഭാര്യമാരെ എങ്ങനെയാണോ ഞങ്ങൾ പരിചരിക്കുക, അതേ രൂപത്തിൽ അങ്ങയുടെ കൂടെയുള്ള ആളുകൾ വന്നാൽ നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ സഹായിക്കും, സംരക്ഷിക്കും. അതിനാണ് അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. അത് രണ്ട് ഉടമ്പടിയുണ്ട്. അഖബ ആദ്യത്തെ അഖബ ഉടമ്പടിയും രണ്ടാമത്തെ അഖബ ഉടമ്പടിയും. ആ രണ്ട് ഉടമ്പടികളിൽ ഒപ്പുവെച്ച് ഒക്കെ റെഡിയാക്കി അങ്ങനെ പോയതാണ്. വരും പോലെ വരട്ടെ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കേണ്ടവരല്ല മുസ്ലിംകൾ. ഒക്കെ പ്ലാൻ ചെയ്യണം, എല്ലാം പ്ലാൻ ചെയ്യണം. വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ഉമ്മത്താണ് നമ്മളിങ്ങനെ എല്ലാ അള്ളാഹു നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് വാതിലടക്കാതെ കിടന്നുറങ്ങരുത്. അള്ളാഹു തആല സംരക്ഷിക്കും, അതുകൊണ്ട് കതക് അടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കേണ്ടവരല്ല. കതക് അടക്കുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. എന്തും പ്ലാൻ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണമെന്നത് മദീനയുടെ സന്ദേശമാണ്. മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരുഹദറത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ പ്ലാൻ പ്രകാരം തന്നെ ഒരു റബീഉൽ അവ്വൽ 12 മദീനയിലെത്തുകയാണ്. നമ്മൾ ആ റബീഉൽ അവ്വലിലാണ് ഉസ്താദിന്റെ വഫാത്ത്. ഇതൊക്കെ വല്ലാത്തൊരു സംഭവമല്ലേ? അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസിക് വിഷയം ബുർദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്താണ്. ആ വഫാത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജനനവും വഫാത്തും വന്ന അതേ മാസത്തിൽ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന് അല്ലാഹു തആല ബർസഖിയായ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാ സന്തോഷവും വിജയവും ഈമാനും തഖ്വയും ഹിദായത്തും ഏറ്റിത്തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മക്കൾക്ക്
ആ സന്താന പരമ്പരകൾക്ക്, അവരെ ഭാര്യ മക്കൾ തുടങ്ങി എല്ലാവർക്കും, നമ്മളെ ഭാര്യ മക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ആനന്ദവും ഈമാന്റെ ചൈതന്യവും ഏറ്റി തരട്ടെ. ഒരു സ്ഥലത്ത് പോയാലും അവഗണിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് വരാതെ എവിടെ കയറി ചെന്നാലും പരിഗണന കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളാക്കി തരട്ടെ. നമ്മളെ ഹൈറായ മുറാദുകളൊക്കെ അള്ളാഹു ഹസലാക്കി തരട്ടെ. ആ മദീനയിൽ എത്തുകയാണ്. മദീനയിൽ വന്നപ്പോൾ ആ മദീന ഉണങ്ങിക്കിടക്കുന്ന വരണ്ട ഭൂമിയാണ്. ആ വരണ്ട ഭൂമിക്ക് ആ കാലത്ത് ജനങ്ങൾ പറയാറുള്ള പേര് യസ്രിബ് എന്നായിരുന്നു. ആ യസ്രിബ് എന്ന പേര് തന്നെ മാറ്റുകയാണ്. ലോകത്ത് ആദ്യമായ ഒരു പുതിയ പേര് വരികയാണ്. പേര് എന്താണ്? പേര് മദീനത്ത്, ത്വാബ, ത്വയ്ബ, മദീന. അതൊക്കെ അതിന്റെ പേരാണ്. ഞാൻ ഇങ്ങനൊരു വിഷയം എനിക്ക് തന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇങ്ങനൊരു വിഷയം എനിക്ക് തരാൻ മാത്രമൊന്നും ഞാൻ യോഗ്യനല്ലെങ്കിലും അൽഹംദുലില്ലാ ആ മദീനക്ക് ഒരുപാട് പേരുകൾ ഉണ്ട്. ത്വാബ, ത്വയ്ബ ഒക്കെ അതിന്റെ പേരുകളാണ്. മദീന എന്ന് പറഞ്ഞാൽ സിറ്റി, നഗരം. അങ്ങനെ പേരുള്ള മറ്റൊരു സ്ഥലം ലോകത്തില്ല. മദീന എന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥലം ലോകത്തുണ്ടെങ്കിൽ അത് മദീന മാത്രമാണ്. മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. എന്താണ് ഒരു നഗരത്തിന്റെ പ്രത്യേകത? ഞാൻ നിങ്ങളോട് പറയട്ടെ. നഗരം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വരാറുള്ളത് കൊതുക്, വേസ്റ്റ്, ദുർഗന്ധം, മൂക്കുപൊത്തൽ, അങ്ങനെയൊക്കെയാണ് നഗരം എന്ന് പറയുമ്പോഴേക്ക് വേഗം മനസ്സിൽ വരിക. നിങ്ങൾ എവിടെ? ഞാൻ ടൗണിലാണ് താമസം. അല്ല, അവിടെയാ, കഷ്ടപ്പാടാണല്ലോ. അപ്പൊ നഗരം എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ മനസ്സിൽ വരുന്നത് ഒരു നെഗറ്റീവ് ചിന്തയാണ്. അതേസമയം അത് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ മദീന എന്ന് കേൾക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടാവണം. അതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. നഗരങ്ങൾ ഒരിക്കലും തന്നെ ജനങ്ങൾക്ക് പീഡനമാകാൻ പാടില്ല. നഗരങ്ങൾ പുണ്യങ്ങളുടെ കേന്ദ്രമായി മാറണം എന്നതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ആ മദീനയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കടന്നു വരുമ്പോൾ ആ നഗരത്തിൽ നിന്ന് ആദ്യം കേട്ട വരികൾ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ. അതാണ് ആ മദീനയിൽ നിന്ന് കേൾക്കുന്ന ആദ്യത്തെ ഗീതം. മദീനകളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന് കേൾക്കേണ്ട പാട്ടുകൾ അതായിരിക്കണം. അവിടെ ഇങ്ങനെ തിയേറ്ററുകളും സിനിമാ തിയേറ്ററുകളും നാടകവേദികളും സർക്കസ് ആരവങ്ങളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയുണ്ടാക്കുന്ന കുറെ ആൾക്കൂട്ടവും അതല്ല നഗരത്തിലുണ്ടാകേണ്ടത്. നഗരത്തിൽ ഒരു ശബ്ദം എപ്പോഴും ഉണ്ടാവും. ആ ശബ്ദം ഏതാണ്? ത്വലഅൽ ബദ്റുവിന്റെ ശബ്ദം. മഹാന്മാരുടെ സ്തുതികൾ പറയുന്ന ശബ്ദങ്ങളാണ് നഗരങ്ങളിൽ മുഴങ്ങേണ്ടത്. അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മദീനയിൽ പ്രവേശിക്കുകയാണ്. എന്നിട്ട് ആ മദീനയിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ കേന്ദ്രം ഏതാണ്? പള്ളിയാണ്. ഒരു പള്ളി വേണം. നഗരമാണോ പള്ളി വേണം? നമ്മളെ പല പള്ളികളും ഉള്ളിലാണ്. ആ ഉൾഭാഗത്ത് പള്ളിയുള്ള ആളുകളൊക്കെ ഒരു തീരുമാനം എടുക്കുക, അങ്ങാടിയിലൊരു പള്ളി വേണം എന്നൊരു തീരുമാനം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തത്? അല്ലാത്ത പക്ഷം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അങ്ങാടികളിൽ പള്ളിയുണ്ടാക്കും. ആ പള്ളിയിൽ മുഅ്മിനീങ്ങളായ ആളുകൾ നിസ്കാരത്തിന്റെ സമയത്ത് അവിടെ കയറിയിട്ട് പിന്നെ അവരുടെ വിശ്വാസം കേടുവരും. അതുകൊണ്ട് നഗരങ്ങളിൽ ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മഹബ്ബത്ത് വെക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു കേന്ദ്രം എല്ലാ നഗരത്തിലും വേണം. പക്ഷെ അതിന് സ്ഥലം എവിടെ? എന്റെ സ്ഥലമുണ്ടെങ്കിൽ ഞാൻ ഓക്കെ. എന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ബാപ്പയുടെ ജ്യേഷ്ഠാനുജന്മാരുടെ ഉടമസ്ഥതയിൽ സ്ഥലമുണ്ടെങ്കിലൊക്കെ. സ്ഥലമൊന്നും കിട്ടാനില്ല. ഒരു സ്ഥലമുണ്ട്, നല്ല കണ്ണായ സ്ഥലത്തൊരു ഭൂമിയുണ്ട്. പക്ഷേ അത് യതീം കുട്ടികളുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു, യതീം കുട്ടികൾക്കൊരു ഭൂമിയുണ്ട് ഇവിടെ.
പള്ളിക്ക് പറ്റിയ സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേതായാലും നമുക്ക് വേണ്ട. കാരണം അത് യതീം കുട്ടികളുടേതാണ്, അവരാണെങ്കിലോ മൈനർമാരുമാണ്. അതുകൊണ്ട് അത് വേണ്ട. അവർ മേജറായതിനു ശേഷം അവരുടെ ഭൂമി അവർ തരുന്നുവെങ്കിൽ ഓക്കെ. എന്നാൽ സാധാരണ ഭൂമിയേക്കാൾ കൂടുതൽ വില കൊടുത്ത് ആ യതീം കുട്ടികളുടെ ഭൂമി നമുക്ക് ലഭ്യമാക്കി തരികയാണെങ്കിലോ അതിന് കുഴപ്പമില്ല. അപ്പൊ നല്ല മുന്തിയ വില കൊടുത്തുകൊണ്ട് ആ ഭൂമി വാങ്ങുകയാണ്. ആ യതീമുകളെ വേദനിപ്പിച്ചുകൊണ്ടല്ല, അവർക്ക് ഉപകാരവും സന്തോഷവും ഉണ്ടാകുന്ന രൂപത്തിൽ. ആ സ്ഥലത്ത് അതൊരു ചുടലയായിരുന്നു. അവിടെ പഴയ കാലത്ത് ആരെല്ലാമോ അവിടെ സത്തുപോയതിനെ അവിടെ കുഴിച്ചിടാറുണ്ടായിരുന്നു. ആ സ്ഥലമാണ്. അതിനൊന്നും കേടില്ല. പള്ളി ഉണ്ടാക്കാൻ അതൊക്കെ മതി, വീടുണ്ടാക്കാൻ അത് മതിയോ എന്നത് വേറൊരു ചർച്ചയാണ്. ഞാനിപ്പോ തച്ചുശാസ്ത്രം പറയുന്നില്ല. അങ്ങനെ ആ സ്ഥലം വാങ്ങുകയും അവിടെ പള്ളി ഉണ്ടാക്കുകയാണ്. ആ പള്ളി മദീനയിലെ പള്ളി ഒരു നഗരമാണോ, ഒരു വലിയ കേന്ദ്രത്തിന് ഒരു ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഒരു ഉപകേന്ദ്രം. ആ കേന്ദ്രത്തിൽ നല്ല ആൾക്കൂട്ടങ്ങൾ, കോളനികൾ സ്ഥാപിക്കുക. ഒരു ഭൂമി വിലക്കെടുത്ത് കുറെ ആളുകൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഒരു പള്ളി ഉണ്ടാക്കുക. ഇതൊരു നല്ല ചിന്തയാണ്. ഈ ചിന്തയാണ് കേരളത്തിൽ പലയിടങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളായി വന്നത്. ഈ സുന്നത്ത് പ്രകാരമാണ്. ഇത് ജാമിയ സഅദിയയിൽ, അൽ മഖറിൽ, മർക്കസു സഖാഫത്ത് സുന്നിയയിൽ, സിറാജുൽ ഹുദയിൽ ഇന്നലെ വാർഷികത്തിന് പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട മജ്മഅ് നമുക്കറിയാം. അതുപോലെ വെട്ടിച്ചിറ മജ്മഅ്. അങ്ങനെ ഈ മലപ്പുറം ജില്ലയിലും ഈ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമുണ്ടോ അതെല്ലാം ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ഖുർആൻ പറഞ്ഞ ത്യാഗത്തിന്റെ, അധ്വാനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന നഗരങ്ങളാണ്. ആ നഗരങ്ങളുടെ ആദ്യത്തെ മാതൃകയാണ് നമ്മുടെ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തുർ റസൂൽ. പക്ഷേ ഇവിടെ ചെറിയൊരു വിഷയമുണ്ട്. നഗരങ്ങൾ കൊതുകിന്റെ കേന്ദ്രം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കൊതുകില്ലാതിരിക്കാൻ എയർ പൊള്യൂഷൻ ഒഴിവാക്കുക. എൻവിറോൺമെന്റൽ പ്രോബ്ലങ്ങൾ, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, വെള്ളത്തിന്റെ മലിനീകരണം, ഇതൊന്നുമില്ലാത്തൊരു കേന്ദ്രം സ്ഥാപിക്കുമ്പോൾ അതിന് നല്ല അധ്വാനം ഉണ്ടാവും. അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വരെ വേണ്ടിവരും. അതൊക്കെ ചെയ്യണം. ഒരാളെയും ശല്യപ്പെടുത്താത്ത നഗരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗരത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാണ്. അല്ലാഹുവിനെ ഈ ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാകട്ടെ തെരുവുകളാണ്. തെരുവ്, അതിന് നഗരമെന്ന് അർത്ഥം പറയണ്ട. കാരണം തെരുവാണത്. തെരുവ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ബഹളമാണ്, അവിടെ നന്മകളില്ല. അവിടെ കൂടി നന്മകൾ വ്യാപിപ്പിക്കുമ്പോഴാണ് അത് ഇസ്ലാമിക നഗരമായി മാറുന്നത്. രാവിലെ തന്നെ തിരൂരങ്ങാടിയിലേക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ ചെമ്മാട്ടങ്ങാടിയിൽ പോകാനുണ്ട്, അല്ലെങ്കിൽ മഞ്ചേരിയിലോ മലപ്പുറത്തോ കാലിക്കറ്റിലോ പോകുന്നുണ്ട്. എങ്ങോട്ടാണ്? അങ്ങാടി പോവുകയാണ്. അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള സ്ഥലത്തേക്കാണല്ലേ പോകുന്നത്. ശരി, വേറൊരാൾ ആ നഗരത്തിൽ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടമാണ്. എവിടെ കൂടുന്നത്? ഞാൻ അങ്ങാടിയിലൊരു കച്ചവടത്തിലാണ്. അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലത്താ താമസല്ലേ. എന്ത് ചെയ്യാനാണ്? ഞാൻ കച്ചവടം ഒഴിവാക്കിയിട്ട് പോരുകയാണ്, എന്റെ പള്ളിയിൽ വന്ന് കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം കച്ചവടം ഒഴിവാക്കിയാലോ ആ ആകെയുള്ളൊരു നന്മയും പോവുകയാണ്. പിന്നെ അത് കംപ്ലീറ്റ് തോന്നിയാസികളെ കയ്യിലെത്തും. അതുകൊണ്ട് ഇസ്ലാം ശരിക്കൊരു പരിഹാരം ഉണ്ടാക്കി. എന്ത്? പള്ളികൾ നഗരത്തിലുണ്ടായാൽ, നഗരത്തിലെ പള്ളിയുടെ സമീപത്ത് നഗരമുണ്ടായാൽ പള്ളിയുടെ അടുത്തുള്ള അങ്ങാടി. അപ്പൊ രണ്ടും നന്നായി, പള്ളിയും നന്നായി, അങ്ങാടിയും നന്നായി. അതാണ് മദീന. മദീനത്ത് നമ്മൾ നിസ്കരിച്ച് സലാം വീട്ടി വലത്തോട്ട് നോക്കിയാൽ കച്ചവടമാണ്.
മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ച് ഇടത്തോട്ട് നോക്കിയാൽ കടകളാണ്, അങ്ങാടിയും പള്ളിയും തൊട്ടടുത്ത്. ഇത് മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ തെരുവുകളിൽ പിശാചുക്കൾ ഇല്ല, തെരുവുകളിൽ വരുന്നത് നല്ലത് മാത്രം. അബ്ദുല്ലാഹിബിൻ ഉമറിനെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ പറയട്ടെ, ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മളൊക്കെ കേൾക്കുക, മനസ്സിലാക്കുക. അബ്ദുല്ലാഹിബിൻ ഉമർ മുത്തബിഉസ് സുന്ന റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഓമനപുത്രൻ അബ്ദുല്ലാഹിബിൻ ഉമർ മുത്തബിഉസ് സുന്ന. ആ ജീവിതം മുഴുവനും സുന്നത്ത് പ്രകാരമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തവും ഇരുത്തവും അവിടുത്തെ വേഷവും അവിടുത്തെ കിടത്തവും ഉറക്കവും സമയനിഷ്ഠയും എല്ലാം അപ്പാടെ പിൻപറ്റുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു ദിവസം അങ്ങാടിയിൽ, പലപ്പോഴും അങ്ങാടിയിൽ വരും. അങ്ങാടിയിൽ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ വേറെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തുഫൈൽ എന്ന് പറഞ്ഞൊരു മുഅ്മിനായ മനുഷ്യൻ, അദ്ദേഹം ചോദിക്കുന്നു, ഗുരു, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അങ്ങാടിയിൽ നിങ്ങൾ എന്തിനാണ് വരുന്നത് എന്നൊരു ചോദ്യം. അങ്ങാടികൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കേന്ദ്രങ്ങളായിരിക്കെ അങ്ങെന്തിനാണ് ഈ അങ്ങാടിയിൽ വരുന്നത്? ലാ തബീഉ വലാ തശ്തരി. നിങ്ങൾ വിൽക്കാൻ വരികയാണെങ്കിൽ ശരി, അത് കാണുന്നില്ല. വലാ തശ്തരി, അങ്ങാടിയിൽ നിന്ന് വാങ്ങാനും അല്ല നിങ്ങൾ വരുന്നത്. വാങ്ങാനും വിൽക്കാനും കടയിൽ വരേണ്ടി വരും. അത് ആവശ്യത്തിന് വേണ്ടിയുള്ള പോക്കും വരവുമാണ്. അതൊന്നുമില്ലാതെ അങ്ങ് എന്തിനാണ് അങ്ങാടിയിൽ വരുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമർ അതിന് മറുപടി പറയുന്നു, തുഫൈലേ, ഞാൻ അങ്ങാടിയിൽ വരുന്നത് 5 ഗുണങ്ങൾ എനിക്ക് ഈ അങ്ങാടിയിൽ നിന്ന് കിട്ടും. അത് വീട്ടിലിരുന്നാൽ കിട്ടൂല, കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കേന്ദ്രമാണ് എന്ന ധാരണ തിരുത്തുകയാണ്. സാധാരണ അങ്ങാടികൾ അങ്ങനെയാണ്. പക്ഷേ ആ അങ്ങാടികളെ നന്മയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ മദീനത്തുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാഗരികത പഠിപ്പിച്ചു തരികയാണ്. തുഫൈൽ ചോദിച്ചു ഉസ്താദിനോട്, അബ്ദുല്ലാഹിബ്നു ഉമറിനോട് ചോദിച്ചു, എന്താണ് നഗരത്തിലുള്ള നന്മ? മദീനയുടെ നഗരം അല്ലെങ്കിൽ ലോകത്തുള്ള ഇസ്ലാമിക നഗരം, ആ നാഗരികതയുടെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ പറയുന്നു, മറ്റൊന്നുമല്ല, നിനക്കവിടെ ലഭിക്കുന്ന പുണ്യം റദ്ദുസ്സലാം. ആ നഗരത്തിൽ നിനക്ക് നിന്നാൽ കുറെ ആളുകളെ സലാം അടക്കാൻ കഴിയും. അത് വീട്ടിൽ കിട്ടൂല. വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ പറയുന്ന ഒരു സലാം നമ്മളെ ഭാര്യ എപ്പോഴെങ്കിലും ഒന്ന് മടക്കും. അത് തന്നെ 2ാം ദിവസം പറഞ്ഞ അവള് പറയും, ഇന്നലെ ഉണ്ടെങ്കിലും സലാം പറഞ്ഞത് കേളു. അല്ല, അവൾ ഇങ്ങോട്ടൊരു സലാം പറയാൻ വളരെ അപൂർവമാണ്. അത് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്നത് ഈ ഒന്നും സലാം പറയണമെന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കും. അതേസമയം അങ്ങാടിയിൽ പുതിയ പുതിയ സലാം ഇങ്ങനെ കിട്ടുകയല്ലേ. ഇന്നലെ ഗൾഫിൽ നിന്ന് വന്ന ജാബിറും മെനയാന്ന് ഒമാനിന്ന് വന്ന സലാമും അതുപോലെ മലേഷ്യന്ന് വന്ന നാസുറും ഇവരൊക്കെ കുണ്ടൂരില് അതിന്റെ പരിസരങ്ങളില് കാണുമ്പോൾ, അങ്ങാടിയിൽ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ അങ്ങാടിയിൽ നിന്നാൽ ഒരുപാട് പുണ്യം കിട്ടും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് തുഫൈൽ റളിയല്ലാഹു അൻഹുവിനോട്. ഒന്ന്, അതാണ് ഒരു ഗുണം. 2ാമത്തെ ഗുണം അംറും ബിൽ മഅറൂഫ്. നന്നായിട്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു വേദിയാണ് നഗരം. അവരോട് ഇങ്ങനെ ഉപദേശിക്കുക, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുക. എന്തൊക്കെ സുഹൃത്തെ വിശേഷങ്ങള്? ഉമ്മ ആശുപത്രിയിലാന്ന് കേട്ടു, പോയിരുന്നോ? ഞാൻ തിരക്കായതുകൊണ്ട് പോയിട്ടില്ല. എന്നാലേ ഉമ്മാനെയും ബാപ്പാനെയും ശ്രദ്ധിക്കണേ. നമ്മളെ വക ഒരു ചെറിയ ഉപദേശം. അങ്ങനെ ആ അങ്ങാടിയിൽ ക്യാമ്പ് ചെയ്താൽ കുറെ നന്മകൾ ഉപദേശിക്കാൻ കഴിയും. തുണി നെരിയാണിക്ക് താഴെയാണ്, ഒന്ന് കയറ്റി എടുത്തൂടെ സുഹൃത്തെ? സ്വകാര്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആ ക്ലബിന് മോനെ ഈ എന്തിനാണ് കയറുന്നത്? ഈ ഡിഗ്രിക്കാരനായ നീ ആ കൂട്ടുകെട്ട് കൊണ്ട് ചീത്തയായി പോകില്ല കുട്ടിയെ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, ഞാൻ നിനക്ക് നല്ലൊരു കേന്ദ്രം പറഞ്ഞു തരാം. ആ കുട്ടിയെ മറ്റൊരു നല്ല കേന്ദ്രത്തിലേക്ക് വഴി നടത്തുകയാണ്. ഇതൊക്കെ അങ്ങാടി ചെയ്യാൻ പറ്റും. അപ്പൊ 3ആയി. 1 റദ്ദുസ്സലാം, 2 അംറും ബിൽ മഅറൂഫ്, 3 നഹീൻ അനിൽ മുൻകർ,
4 ഗള്ളുൽ ബസർ. ആ അങ്ങാടിയിലൂടെ ഏതെങ്കിലും പെൺകുട്ടികൾ, ഭംഗിയുള്ള കുട്ടികൾ നടന്നു പോകുമ്പോൾ അവരിലേക്ക് നോക്കി, വികാരത്തോടുകൂടി നോക്കി പൈശാചികതയിലേക്ക് കടന്നെത്തുന്നതിന് കാരണമായി തീരുമെങ്കിൽ അവിടെ ദൃഷ്ടി താഴ്ത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിനും കൂലി ലഭിക്കുകയാണ്. 5-ാമത്തേത് ഇർഷാദു സബീൽ. ആ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഇവിടെ നിന്ന് മമ്പറം തങ്ങൾ പാപ്പയുടെ മഖ്ബറയിലേക്ക് എത്ര ദൂരമുണ്ട്? കുണ്ടൂർ ഉസ്താദിന്റെ മഖാമിലേക്ക് എത്ര ദൂരമുണ്ട്? മർക്കസു സഖാഫത്ത് സുന്നിയൽക്ക് എത്ര കിലോമീറ്റർ പോകണം എന്നൊക്കെ ആ ജംഗ്ഷനിൽ, ആ അങ്ങാടിയുടെ നടുവിൽ നിന്നപ്പോൾ ആരോ ചോദിച്ചു. അവർക്കൊക്കെ വഴി പറഞ്ഞു കൊടുത്താൽ അതും പുണ്യങ്ങളാണ്. ഈ പുണ്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നഗരത്തിൽ വന്നു നിൽക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ. നഗരങ്ങൾ നന്മയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നഗരത്തിൽ ഇങ്ങനെ കാലിന് മുറിവേറ്റ് ആ മുറിവിൽ നിന്ന് ചലവും രക്തവും ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. ഈച്ചകൾ വന്നവിടെ അടിയുകയാണ്. അങ്ങനെയുള്ള പാവപ്പെട്ട ഒരു മനുഷ്യനെ നാം അവിടെ കാണുകയാണ് നഗരജീവിതത്തിൽ. ഇതൊക്കെ നമ്മളിങ്ങനെ കാണും. ആ കാണുന്ന സമയം ആ സഹോദരന്റെ കൈപിടിച്ച് അടുത്ത ക്ലിനിക്കിലേക്ക്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മദീനയുടെ നാഗരികത എടുത്തു നോക്കൂ, നമുക്കത് കാണാൻ കഴിയുന്നു. മദീനത്തെ പള്ളിയുടെ സമീപം ഒരു ഈത്തപ്പന മരം. ആ ഈത്തപ്പന മരത്തിന്റെ പാർശ്വത്ത് ഒരു സ്ത്രീ വന്ന് ഇരിക്കുകയാണ്. ആ സ്ത്രീ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഒരു വൃദ്ധയായ അമ്മ, ഒരു വൃദ്ധയായ ഉമ്മ, ഒരമുസ്ലിം സ്ത്രീ. മുസ്ലിമീങ്ങൾക്ക് മാത്രം ഗുണം ചെയ്താൽ പോരാ, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഗുണം ചെയ്യാമിന്റെ കാഴ്ചപ്പാട്. ആ പെണ്ണ് ആ മരത്തിൽ ഇങ്ങനെ ചാരി ആ മരുഭൂമിയിൽ നടന്നു നടന്ന് നടന്ന് ക്ഷീണിച്ചു വന്ന ആ സ്ത്രീ ആ ഈത്തപ്പന മരത്തിൽ ചാരി അവിടെ ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉമ്മ എന്തേ? ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, ആ ഉമ്മ ഇങ്ങനെ കരയാണ്. എന്തേ ഉമ്മ കരയുന്നത്? ആ ഉമ്മ പിന്നെ ഇങ്ങനെ കരഞ്ഞിട്ട് കുടുകുടാ കണ്ണീരൊഴുകുകയാണ് കണ്ണിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്, ആ സഹോദരി പറയുന്നു, എനിക്ക് ബാപ്പയില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് ആങ്ങളമാരില്ല, ആരുമില്ലാത്ത സാധുവായ ഞാനൊരു ഒരു സഹോദരന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അവിടെ നിന്ന് അവരെ അടിച്ചു ഓടിച്ചതാണ്. അങ്ങനെ ഒരു അത്താണിയുമില്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നടന്ന് ഞാൻ ഈ കൂടാരത്തിന്റെ അടുത്തുള്ള ഈത്തപ്പന മരത്തിൽ ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങിപ്പോയതാണ്. ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഡോൺ വെറി, പ്രയാസപ്പെടരുത്. ഭക്ഷണം ഒരു പാത്രത്തിലാക്കി ആ ഉമ്മക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. കുറെ ആളുകളോട് കലക്ഷൻ എടുത്തൊരു വീടുണ്ടാക്കി, ആ ഒരു ചെറിയ ഷെഡുണ്ടാക്കി ആ ഷെഡിലെ ആ പെണ്ണിനെ താമസിപ്പിക്കുകയാണ്. ആ സ്ത്രീ അന്വേഷിച്ചില്ല ആരാണ് ഇത് എന്ന്. പിന്നീട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് മറ്റാരുമല്ല, അന്ത ഉമ്മുൻ അമ്മാബു മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഒരു ഉമ്മയിൽ നിന്ന് ഒരു മകന് ലഭിക്കാത്ത, ഒരു പിതാവിൽ നിന്നൊരു സന്താനത്തിന് ലഭിക്കാത്ത ആശ്വാസവും സാന്ത്വനവും ഈ പെണ്ണിന് ലഭിച്ചത് എവിടെ നിന്നാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ച് സലാം വീട്ടിയാൽ വലഭാഗത്തേക്ക് സലാം വീട്ടും. വലഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ നോക്കേണ്ടത് അങ്ങോട്ടാണ്. ആ വലതുഭാഗത്തുള്ള പാവങ്ങളെ മുഴുവനും ആ സലാം വീട്ടുമ്പോൾ കാണാനുള്ള കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അള്ളാഹു തരട്ടെ. ഇടത് ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ ഇടത് ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും കാണണം. നമ്മൾ ഏതോ പക്ഷത്തിന്റെ ആളല്ല. നമ്മൾ ഇടതുപക്ഷത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കണം, പിന്നെ വലഭാഗത്തുള്ള ആളെയും ഇടയ്ക്കൊക്കെ നോക്കണം. ആ നോട്ടത്തിൽ കാണേണ്ടവരെല്ലാം കാണണം. കണ്ടിട്ട് ആ കണ്ടവരിൽ വീടില്ലാത്തവരുണ്ടോ, കഷ്ടപ്പെടുന്നവരുണ്ടോ, മതമോ ജാതിയോ നോക്കാതെ അവർക്ക് സഹായം ചെയ്യണം. അത് ചെയ്തു കൊടുത്ത ഹബീബാണ് മദീന നഗരത്തിന്റെ പിതാവായ
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു പെണ്ണിങ്ങനെ കയറി വരുന്നു. ആ കയറി വരുമ്പോൾ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ വരുന്ന പെണ്ണിനെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ പെണ്ണിന്റെ വായിൽ നിന്ന് ഒരു പാട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വയൗമൽ വിശാഹി മിൻ തആജീബി റബ്ബിന അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി നജ്ജാനി. ഈ കവിത ആലപിച്ചുകൊണ്ട് ഒരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ആയിഷ ബീവി പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ആ പാടിയ പാട്ട് ഒന്നുകൂടി പാട്. ആ സ്ത്രീ വീണ്ടും അത് പാടി. ആയിഷ റളിയല്ലാഹു അൻഹ രണ്ടാമത് കേട്ടിട്ട് ചോദിച്ചു, എന്താണ് ഈ യൗമൽ വിശാഹിയുമായിട്ട് കൂടിയത്? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇതൊരു വലിയ ചരിത്രമാണ്. ആ ചരിത്രം സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാനൊരു ഗോത്രത്തലവന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ ഗോത്രത്തലവന്റെ കുട്ടിയുടെ കഴുത്തിലുള്ള മാല പരുന്ത് കൊണ്ടുപോയി. ആ പരുന്താണ് മാല കൊണ്ടുപോയതെങ്കിലും ആ വീട്ടുകാരെന്നെ സംശയിച്ചു. എന്റെ ശരീരമാകെ മാല പരിശോധിച്ചു, എവിടെയും കിട്ടിയില്ല. അവസാനം എന്റെ ഗുഹ്യസ്ഥാനത്ത് വരെ അവർ ചെക്ക് ചെയ്തു. ഞാൻ ആകെ അപമാനിതയായി. ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയും കൊല്ലം ഇവിടെ നിന്ന് എന്നെ നിങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല അല്ലേ? യഥാർത്ഥത്തിൽ ഞാൻ മാല ഒളിപ്പിച്ചതല്ല, പരുന്ത് കൊണ്ടുപോയതാണ്. അവർ പറഞ്ഞു, പരുന്തിനെന്തിനാണ് മാല? ഞാൻ പറഞ്ഞു, ആ മാല കെട്ടിയ തോൽ കഷണം പരുന്തിന് ഇഷ്ടമാണ്, അങ്ങനെ കൊണ്ടുപോയതാണ്. അല്പം കഴിഞ്ഞ് ആ പരുന്ത് മാലയുമായി തിരിച്ചു വരുന്നു. അപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അന്ന് എന്റെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയോടി. കാരണം എന്നെ പരിഗണിക്കാത്ത, എന്നെ പീഡിപ്പിച്ച ഈ കുടുംബത്തിൽ ഇനി ഒരിക്കലും നിൽക്കുകയില്ലെന്ന് കരുതി ഞാൻ പോയി. ആ യാത്രയാണ് അവസാനം മദീന പള്ളിയുടെ സമീപത്തെ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ എന്നെ എത്തിച്ചത്. അങ്ങനെ ഒരു മാല പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ വരുമായിരുന്നില്ല. ഇന്ന് ഞാൻ മുസ്ലിമത്താണ്. അന്ന് ഞാൻ ഇസ്ലാമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അന്ന് ഞാൻ മുസ്ലിമാണ്. മദീന നഗരം, മദീനത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നഗരം ധാരാളം അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ സന്ദർഭം നൽകി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. മദീന നഗരത്തിലെ ജനങ്ങളുടെ പ്രാർത്ഥന അതായിരുന്നു. നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള പൊരുത്തം എനിക്ക് തരണമേ. വതർക്കൽ മുൻകറാത്ത്, തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. ഹുബ്ബൽ മസാകീൻ, എവിടെ സാധുക്കളുണ്ടോ അവരോടുള്ള സ്നേഹം എനിക്ക് തരണമേ. ഈ പ്രാർത്ഥനയായിരുന്നു മദീനത്തുർ റസൂലിന്റെ പ്രാർത്ഥന. ആ നഗരത്തിലെ ജനങ്ങൾ അവരൊന്നാണ്. അവിടെ ധാരാളം മതവിഭാഗങ്ങൾ മദീനയിലുണ്ടായിരുന്നു. മുസ്ലിംകളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ആ വിഭാഗങ്ങളെ മുഴുവനും അവരെ ഒരു എഗ്രിമെന്റ് പ്രകാരം യോജിപ്പിച്ചു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്നും നമ്മൾ മാതൃക ഉൾക്കൊള്ളണം. നമ്മുടെ നാടുകളിലെല്ലാം പല മതക്കാരുണ്ട്. ഇന്ത്യ രാജ്യം ഒരു സെക്കുലർ രാഷ്ട്രമാണ്. ഇവിടെ എല്ലാ ജാതിയുണ്ട്. ഇവിടെ എല്ലാവരും മുസ്ലിം ആയതിനു ശേഷേ ഞാൻ അങ്ങാടിയിൽ ഇറങ്ങൂ എന്നൊന്നും വാശി പിടിക്കരുത്. പിന്നെ നമ്മൾ എന്തു വേണം? എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങണം. ഇറങ്ങിയിട്ട് ആ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത് അവരെ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം. അബ്ദുല്ലാഹിബ്നു സലാമിനെ പറ്റി കേട്ടില്ലേ? ആ മദീനത്തുർ റസൂലിലെ ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു അബ്ദുല്ലാഹിബ്നു സലാം. ആ അബ്ദുല്ലാഹിബ്നു സലാമിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നില്ലേ? ഇതുപോലെ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ട്, മറ്റു മതക്കാരുണ്ട്. അവരിലേക്ക് നാം അടുക്കുക. നമ്മുടെ സംസ്കാരത്തെ കൈവെടിയാതെ നമ്മുടെ ആദർശത്തിന്റെ മഹത്വങ്ങൾ ഈ നബിദിനത്തിന്റെ വേളയിൽ പറഞ്ഞു കൊടുക്കുക. ലഘുലേഖകൾ പ്രിന്റ് ചെയ്ത് ഫ്രീ ആയി വിതരണം ചെയ്യുക. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു അവർക്ക് ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ. ഈ പരിസരങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ റോഡ്, ഇവിടുന്ന് വെന്നിയൂരിലേക്കുള്ള റോഡ്, ആ റോഡ് ഗതാഗത യോഗ്യമല്ലാതെ കിടന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്താദ് അവർകൾ ആ റോഡ് നന്നാക്കാൻ വേണ്ടി റോട്ടുമേൽ കയറിയിരുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, മോനെ വാ, ഈ റോഡൊന്ന് നമുക്ക് മണ്ണൊക്കെ റെഡിയാക്കണം, കുറച്ച് എന്റെ പൈസ അല്ല തന്ന പൈസ അല്ലേ കൊണ്ട. അങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടു. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ശീറാസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശർഹുൽ മുഹദ്ദബ്
ശറഹുൽ മദ്ഹബ് എന്നും പറയാവുന്ന ശറഹുൽ മുഹദ്ദബ്. ആ കിതാബിന്റെ മൂലം മുഹദ്ദബ്, അതിന്റെ കർത്താവാണ് അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല അവരൊക്കെ പേര് പറയുന്ന കാരണം കൊണ്ട് നമ്മളെ നാവിന് പൊരുത്തം തരട്ടെ. അവരുടെ മദ്ഹ് പറയുന്ന കാരണം കൊണ്ട് അല്ലാഹു തആല നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ആ അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ അങ്ങാടിയിലൂടെ ആ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു പട്ടി എതിരെ വരുന്നു. ഈ സംഭവം ഇമാം നവവി റഹിമഹുല്ലാഹി പറഞ്ഞിട്ടുണ്ട്. ആ പട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അബൂ ഇസ്ഹാഖ് ശിറാസി ആ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഈ പട്ടിയെ ആളുകൾ കൂടിയിട്ട് അടിച്ചോടിക്കുകയാണ്. ഉസ്താദ് വരുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒന്ന് മാറി നിൽക്കുന്നതിന് പട്ടീനെ മേടിക്കുകയാണ്. ഉസ്താദിനുള്ള ബഹുമാനം കൊണ്ട് പട്ടിയെ ഓടിക്കുകയാണ്. ആ സമയത്ത് അബൂ ഇസ്ഹാഖ് ശിറാസി ഇത് കാണുകയാണ്. ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് എന്നെ ആദരിച്ചുകൊണ്ട് പട്ടിയെ ഓടിക്കുകയാണല്ലേ. എന്നാ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ വഴി എല്ലാവർക്കും ഉള്ളതാണ്. ഇത് എനിക്കും എല്ലാവർക്കും പോകാനുള്ള വഴിയാണ്. ആ പട്ടിക്കും ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യമല്ലേ, അതിനിവിടെ നടക്കണ്ടേ. ഞാൻ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ ഓടിക്കുകയാണോ? ലോകം കേൾക്കണം, മദീനത്തുർ റസൂലിന്റെ സന്ദേശം ഉൾക്കൊണ്ടവർ ലോകത്ത് ഏറ്റവും നീതിയുള്ളവരായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ സദസ്സിനോട് ഞാൻ പറയട്ടെ, ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് സ്നേഹങ്ങൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർ ഈ മജ്‌ലിസിലുണ്ട്. പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം ലഭിക്കാത്ത ഭർത്താക്കൾ ഈ മജ്‌ലിസിലുണ്ട്. ഭർത്താവിന്റെ പരിഗണന ലഭിക്കാത്ത സ്ത്രീകൾ എവിടെയോ ഇത് കേൾക്കുന്നുണ്ട്. ബാപ്പയുടെ പരിഗണന ലഭിക്കാത്ത മക്കൾ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. മക്കളെ ഭാഗത്തുനിന്നൊരു തിരിഞ്ഞുനോട്ടം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന വാപ്പമാരും ഉമ്മമാരും ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അവനെ താലോലിച്ച് പോറ്റിയത് ഞാനാണ് ഉസ്താദേ, പക്ഷേ ഇന്നൊരു ജ്യേഷ്ഠൻ എന്നൊരു വില ഈ അനുജൻ എനിക്ക് തരുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ജ്യേഷ്ഠന്മാർ ഈ മജ്‌ലിസിലുണ്ട്. ജ്യേഷ്ഠൻ വലിയ പണക്കാരനാണ് ഉസ്താദേ, ഞാൻ വലിയൊരു കടത്തിൽ കുടുങ്ങിയപ്പോ എന്തെങ്കിലും ഒരു സഹായം ആ ജ്യേഷ്ഠൻ തരണ്ടേ, അത് തരുന്നില്ല. ഞാനിനി ആരോട് പറയും? അവൻ ലക്ഷപ്രഭുവാണ്, ഞാനോ കടത്തിലാണ്. ഈ സങ്കടങ്ങളൊക്കെ ഉള്ള ആളുകൾ ഈ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളിത് ആരോട് പറയും? ഇത് പറയാൻ നമുക്ക് ഏതാ കേന്ദ്രമുള്ളത്? ഒരൊറ്റ കേന്ദ്രം. ആ കേന്ദ്രമാണ് അൽ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തുള്ള സർവ്വ ആളുകൾക്കും അവിടുന്ന് റഹ്മത്താണ്. മുസ്ലിംകൾക്കും അമുസ്ലിംകൾക്കും, ജീവികൾക്കും പ്രകൃതിക്കും, മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും അവിടുന്ന് കൃപയാണ്. ആ കൃപയുടെ കേന്ദ്രമായ തിരുഹദ്റത്തിലേക്ക് അടുക്കുമ്പോൾ മദീനത്തുർ റസൂൽ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നു വരികയാണ്. അത് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആവേശമാണ്, സന്തോഷമാണ്. അവിടുത്തെ ഓർത്തുകൊണ്ട് നാം മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തുകൊണ്ട് നാം രൂപപ്പെടുത്തുക. സഹാബി റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ കാണാം, ദഖൽതു അലാ അനസ് ഇബ്നു മാലിക് വഹുവ യഅകുലുൽ ഖർഅ. ഞാനൊരിക്കൽ എന്റെ ഉസ്താദായ അനസ് ഇബ്നു മാലിക്കിന്റെ സമീപത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചൊരങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ്. വഹുവ യഖൂൽ, അടുത്ത സെഷനിൽ വിഷയം അവതരിപ്പിക്കും ഹംസ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ തടസ്സമാകുന്നില്ല. ചുരങ്ങ തിന്നുന്ന സ്വഹാബി ആ ചുരങ്ങയോട് പറയുകയാണ്, മാ ഉഹിബ്ബുക് ഇല്ലാ ലിഹുബ്ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക്. നിന്നോട് എനിക്കുള്ള ഇഷ്ടം നീ കരുതരുത്, അത് ഭൗതികമായ അർത്ഥത്തിലുള്ള ഇഷ്ടമോ സമർപ്പണമോ അല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള
എന്റെ മഹബത്ത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതായിരിക്കണം നമ്മുടെ ജീവിത രീതി. നാം ഒരാളെ ഇഷ്ടപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാകണം. മുതഅല്ലിമീങ്ങളോട്, സാദാത്തുക്കളോട്, ഉലമാക്കളോട്, മുഅ്മിനീങ്ങളോട്, പ്രകൃതിയിലെ ഏതു വസ്തുക്കളോടും ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുക. ആ അന്വേഷണത്തിന്റെ വേളയിൽ നമുക്ക് പഠിക്കാൻ കഴിയും, നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മരണം വരെ പഠിച്ചുകൊണ്ട് നല്ലത് ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഭാഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ ഈ വിനീതന് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് ഇതിന് സന്ദർഭം നൽകിയ സംഘാടകരോട് സന്തോഷം അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.